അയാൾ ചീത്ത പറയുമ്പോ എനിക്ക് തിരിച്ചങ്ങോട്ട് കുറച്ച് എനിക്കും പറഞ്ഞൂടെ? അപ്പൊ ആ പെണ്ണ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാനും തിരിച്ചു പറഞ്ഞു തുടങ്ങിയാൽ അത് ഞങ്ങൾ ജയിക്കാനുള്ള ഒരു വർത്താനായി മാറും. പിന്നെ അങ്ങനെയല്ലേ ഉണ്ടായാല്? മുപ്പരൊന്നും അറിയും, നമ്മൾ രണ്ടും അറിയും. അയാൾ എന്റെ കൈ പിടിച്ചപ്പോഴാണ് എനിക്കൊരു ജീവിതം ഉണ്ടായത്. അല്ലേ, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ കല്യാണം കഴിയാത്ത ഒരു 40 വയസ്സേരിയെ നിങ്ങൾ ചോദിച്ചു നോക്കി, ഒക്കെ ജീവിതത്തിന് ഒരു അർത്ഥമല്ല. നിങ്ങൾക്കൊരു അർത്ഥം ഉണ്ടായത് എപ്പോഴാണെന്നറിയോ? ഒരാണുങ്ങളെ കൈ വന്ന് പിടിച്ചപ്പോഴാ. നാട്ടുകാർ നിങ്ങളുടെ മാംസത്തിന് വില പറയാത്ത എന്താണെന്നറിയോ? എന്റെ ആണ് ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടാ. നീ തോറ്റു എന്ന് തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? എന്റെ കെട്ടിയോ മരിക്കുമ്പോഴാ. അതിന്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചാലും, ഭർത്താവ് മരിച്ചുപോയ ഒരു ഭാര്യമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കി, ജീവിച്ചിരിക്കുമ്പോ അയാളെ വില എത്രയാന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ അയാൾ ഇല്ലാണ്ട് അറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ തന്നെയാ തിരിച്ചു ഭർത്താക്കന്മാരും. ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഒരു കഥ പറഞ്ഞിട്ടില്ലേ? ഭാര്യ മരിച്ചപ്പോ അയാൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം എന്താ? 40 വയസ്സ് കഴിഞ്ഞ മുതൽ മൂപ്പത്തി കട്ടിന്റെ ചോട്ടിലും മൂപ്പര് കട്ടുമലുവാ. അപ്പൊ അങ്ങനെയൊക്കെയാ നിയമം. മക്കളെ കെട്ടിച്ചാ പിന്നെ മൂപ്പര് കട്ടുമലും 30 നിലത്ത് പായില്. മരിക്കുന്നവരെ സ്നേഹിച്ച് ജീവിക്കണം ഭാര്യ ഭർത്താക്കന്മാരെ. 85 വയസ്സുള്ള ഒരു ഭർത്താവിനെ പരിചരിക്കുന്നത് 83 വയസ്സുള്ള ഭാര്യ. വിറയ്ക്കുന്ന കയ്യോടെ കഞ്ഞി കോരിക്കൊടുക്കുമ്പം ആ ചിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ആയ കാലത്ത് സ്നേഹിച്ച സ്നേഹം ആവാത്ത കാലത്ത് തിരിച്ചു കൊടുക്കുമ്പോൾ അതിന് മനോഹരം ഉണ്ടാകുക. ഞാനിപ്പം കിതച്ചോണ്ടോടുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ, നാളെ ഞാൻ കിടന്നു പോകുന്ന ഒരു സമയത്തോട് എനിക്ക് കഞ്ഞി വാരി തരുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിന്റെ ഏറ്റവും വലിയ പൂർത്തീകരണമാണ്. അത് ആഗ്രഹിക്കുന്നുണ്ട് ഓരോ ഭർത്താക്കന്മാരും, അത്രക്ക് അധ്വാനിക്കുന്നുണ്ട് ഓരോ ഭർത്താക്കന്മാരും. ഓരോ പണിക്കും അതിൻ്റെതായ വേദനകളും ഉണ്ട്. അതുകൊണ്ട് ഇമാം ഗസാലി ചോദിക്കുന്ന, പിന്നെ എനിക്ക് അകത്തേക്ക് പോയാൽ അത് അയാളെ തോൽപ്പിക്കുന്നതിന് സമാവും.